ഹലോ. ചന്ദ്രയടി. മനസ്സിലായി. നീ ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെന്തിനാ നീ അറിയുന്നേ? ഞാൻ അറിയണം. നീ ഭക്ഷണം കഴിച്ച് സുഖമായിട്ടിരിക്കുമ്പോ ഞാനിവിടെ പട്ടിണി കിടക്കുക. അത് നീയും അറിയണം. നിന്റെ കാമുകനില്ലേ, കല്യാണം കഴിക്കാൻ നിന്നവൻ, അവൻ എന്നെ പട്ടിണിക്കിടുക. അത്ര തരം താണ ഒരുത്തനാണ് സിദ്ധു എന്ന് എനിക്ക് തോന്നില്ല. ഓഹോ, നിനക്കെല്ലാം അറിയാലോ അല്ലേ? സിദ്ധു ആരാ, എന്താ, എങ്ങനെയാ എന്നൊക്കെ നിനക്ക് അറിയാലോ. എന്റെ കുടുംബം തകർക്കുന്നത് നീ ഒറ്റ ഒരുത്തിയ. അയാളുടെ മനസ്സിൽ ഇപ്പോഴും നീയാ. അതാ ഇങ്ങനെയൊക്കെ അയാൾ എന്നോട് പെരുമാറുന്നേ. ചന്ദ്ര ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് നേരാ. എന്ന് കരുതി ഞാനും സിദ്ധുവും തമ്മിൽ അങ്ങനെ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്കുണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾക്കുണ്ടായിരുന്നല്ലോ. എന്റെ കുടുംബം കലക്കാൻ നോക്കിയാലുണ്ടല്ലോ, വെച്ചേക്കില്ല ഞാൻ ഒരുത്തി. ഞാൻ ആരുടെയും കുടുംബമൊന്നും കലക്കാൻ ശ്രമിക്കുന്നില്ല. പിന്നെ നിന്റെ കുടുംബം കലങ്ങുന്നുണ്ടെങ്കിലേ അതിന്റെ ഉത്തരവാദിത്തം നിനക്ക് മാത്രം. ഇപ്പൊ നിന്റെ ഭർത്താവല്ലേ സിദ്ധു. ശത്രുവിനോട് പെരുമാറുന്ന പോലെ പെരുമാറാതെ അല്പം സ്നേഹം കാണിക്കേ. കൊടുക്കുന്നതേ കിട്ടൂ. അത് നീ തിരിച്ചറിയണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇതുപോലുള്ള വിളിയുണ്ടല്ലോ, അതിനി വേണ്ട. ഇപ്പൊ വിളിച്ചത് വിളിച്ചു, ഇനി വിളിക്കരുത്. നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എനിക്ക് കേൾക്കണ്ട. അത് നീ വേണം പരിഹരിക്കാൻ, അല്ലാതെ ഞാനല്ല. മനസ്സിലായോ? ഞാൻ അവളോട് സംസാരിക്കായിരുന്നു, നിങ്ങളുടെ പൂർവ്വ കാമുകിയോട്. നിങ്ങളെ ഞാൻ സ്നേഹിക്കണമെന്ന്. കാണിച്ചു തരാം എന്റെ സ്നേഹം എന്താണെന്ന്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ സുഖിക്കണ്ട. മറച്ചട്ടി കിടന്ന് മൊരിയുന്ന അനുഭവം അറിയോ? അതുപോലെ ഇരിക്കും എന്റെ കൂടെയുള്ള ജീവിതം. ആ പിന്നെ നിങ്ങളുടെ ഗുളികയില്ലേ, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. നിങ്ങളിനി ഗുളികയൊന്നും കഴിക്കണ്ട. ചാവുന്നെങ്കിൽ ചാവട്ടെ. ചാവണം, അത് തന്നെ എനിക്കിഷ്ടം. നിങ്ങൾ ചാവുന്ന ദിവസം ഉടുക്കാൻ കറുത്ത നിറമുള്ള ഒരു സാരി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെനിക്ക് അധികം വൈകാതെ ഉടുക്കണം. ശ്രുതിമോളെ ഇപ്പൊ താമസിക്കുന്ന കോൺവെന്റിൽ നിന്ന് മാറ്റിയാലോന്നാ ചിന്തിക്കുന്നേ. ആര് ചിന്തിക്കുന്നു? ഞങ്ങള്. അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ആലോചന? കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. തൽക്കാലം ഡാഡി അതറിയണ്ട. അവൾക്ക് ചില ഭീഷണികളുണ്ട്. ഇനി അവിടെ നിന്നാ ശരിയാവില്ല. അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ സാർ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. സാർ എതിർക്കരുത്. എതിർത്താലും പിള്ളേരത് ചെയ്യും. തീരുമാനം നിങ്ങൾ എല്ലാവരും കൂടി എടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഞാൻ അറിയുന്നില്ലല്ലോ, എന്നോട് അഭിപ്രായം ചോദിക്കുന്നില്ല. എല്ലാം സ്വയം തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ചോദിച്ചിരുന്നെങ്കിൽ ഡാഡി സമ്മതിക്കുമായിരുന്നോ? ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുമുണ്ട്, ന്യായങ്ങളുമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ എനിക്കെന്തായാലും കഴിയില്ല. എന്റെ പ്രായത്തിന്റെ പക്വത എന്റെ തീരുമാനങ്ങൾക്കുണ്ടാവും. പക്വതയെക്കുറിച്ചൊന്നും ഡാഡി അധികം പ്രസംഗിക്കണ്ട. പക്വത കൂടിപ്പോയതുകൊണ്ടായിരിക്കും വീടും ആശുപത്രിയൊക്കെ കടക്കാര് കൊണ്ടുപോയത്.
തർക്കം വേണ്ട അക്ഷര. നമ്മളൊരു തീരുമാനം എടുത്തു, അത് സാറിനെ അറിയിച്ചു. ഡാഡിക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ തീരുമാനം നടപ്പാക്കും. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്തെങ്കിലും ചെയ്യുന്നത്? ഒരുപാട് ആലോചിച്ചു സർ. ഇനി ഈ തീരുമാനം മാറ്റാൻ വയ്യ, മാറ്റാൻ പാടില്ല. ശ്രുതിമോളുടെ കാര്യത്തില് അവസാന വാക്ക് നിരഞ്ജന്റെ. നിരഞ്ജന്റെ അവകാശം കൂടിയാണെന്ന് അറിയാലോ. അതുകൊണ്ട് എതിർക്കാതിരിക്കുന്നതാ ബുദ്ധി. സുതിമോൾക്ക് ദോഷം വരുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ലെന്ന് സാറിനറിയാലോ. അതുകൊണ്ട് സാറ് സഹകരിക്കണം. എന്തുകൊണ്ടാണെന്ന് പറയാമായിരുന്നു. എന്നിട്ട് വേണം ആ വിവരം അപ്പ തന്നെ വിളിച്ച് സ്വാമിയെ അറിയിക്കാൻ. ഒരാളും ഒന്നും അറിയണ്ട, എല്ലാം രഹസ്യമായിട്ടിരിക്കണം. ആര് ചോദിച്ചാലും എന്റെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആരും ഒന്നും ചോദിക്കില്ല. ഹലോ ഹലോ ഡോക്ടറെ, ഞാൻ ജയശങ്കറാണ്. എനിക്ക് സ്വാമിയോട് ഒന്ന് സംസാരിക്കണം. അതിനെന്താ, ഞാൻ സ്വാമിയുടെ അടുത്ത് ചെന്നേ ഡോക്ടറെ വിളിക്കാം. ഞാൻ സ്വാമിക്ക് കൊടുക്കാം. ആ സാറേ. ആ സ്വാമി, ശ്രുതിമോളെ അവളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റാൻ പോവാ. മണ്ടത്തരാണ് സാറാ ചെയ്യാൻ പോണത്. ഒരിക്കലും അതിന് സമ്മതിക്കരുത്. എൻ്റെ സമ്മതമൊക്കെ ഇവിടെ ആർക്ക് വേണം? അവരെല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? അതെനിക്കറിയില്ല. എനിക്കറിയാം, കുഞ്ഞിന് മാറ്റണത് അപകടമാണ്. നിരഞ്ജൻ സാറിന്റെ തീരുമാനമൊന്നും ആയിരിക്കില്ല അത്. ആ വിശാല് പറഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ വിശാലാണല്ലോ ഒക്കെ തീരുമാനിക്കുന്നത്. സ്വാമി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ.